രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിലേക്കുള്ള യാത്രാ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല ഡൽഹിയിലെത്തി. ഇന്നലെ രാത്രിയാണ് ശുഭാംശു ഇന്ത്യയിലെത്തിയത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ശർമ്മ എന്നിവർ ശുഭാംശുവിനെ സ്വീകരിച്ചു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശുഭാംശു കാണും. വിവരങ്ങളുമായി ഭവ്യ പാർവതി ചേരുന്നുണ്ട്. ഭവ്യ, ഇന്ത്യക്ക് അഭിമാനമായി മാറി ശുഭാംശു ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ശുഭാംശു ശുക്ല, ആ പേര് കേൾക്കുമ്പോൾ അഭിമാനം തോന്നാത്ത, രോമാഞ്ചം തോന്നാത്ത ഇന്ത്യക്കാർ ഉണ്ടാവില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അത്രമാത്രം രാജ്യത്തിൻ്റെ പേരങ്ങ് ബഹിരാകാശ നിലയത്തിൽ പോലും ഉയർത്തിയ നമ്മുടെയൊക്കെ അഭിമാനമാണ് ശുഭാംശു ശുക്ല. ആ ശുഭാംശു 18 ദിവസത്തെ ആക്സിയം 4 ദൗത്യം പൂർത്തിയാക്കി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 18 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം രാജ്യത്തിലോട്ട്, തൻ്റെ ജന്മനാട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണെന്നുള്ള ഏറെ സന്തോഷകരമായ വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത്. അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഒപ്പം ഡൽഹി മുഖ്യമന്ത്രി ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. വൻ സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് ഡൽഹി വിമാനത്താവളത്തിൽ ലഭിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. കാരണം അത്രമാത്രം ഈ രാജ്യം കാത്തിരിക്കുകയായിരുന്നു ശുഭാംശുവിൻ്റെ തിരിച്ചുവരവിനായി. ശുഭാംശു ശുഭമായി തിരിച്ചു വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ഈ രാജ്യം. അത് പൂർണ്ണമായി തൻ്റെ ദൗത്യം വിജയിച്ചുകൊണ്ട്, ശുഭമാക്കിക്കൊണ്ട് ശുഭാംശു ഇന്ത്യയിലേക്ക് ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ശുഭാംശു ശുക്ല കൂടിക്കാഴ്ച നടത്തും. നമുക്കറിയാം, കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ വെച്ച് പറഞ്ഞിരുന്നു, രാജ്യത്തിൻ്റെ അഭിമാനം ശുഭാംശുവിന് അദ്ദേഹം അഭിനന്ദനം നേർന്നിരുന്നു. ശുഭാംശു ഉടൻ തന്നെ രാജ്യത്തിലോട്ട്, ഇന്ത്യയിലോട്ട് തിരിച്ചെത്തുമെന്നും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ ശുഭാംശുവിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ വലിയ ചർച്ച നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന 23-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷ ചടങ്ങിലും ശുഭാംശു ശുക്ല പങ്കെടുക്കുമെന്നുള്ളൊരു വിവരം ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തൻ്റെ ജന്മഗൃഹത്തിലേക്ക്, ജന്മനാട്ടിലേക്ക് മടങ്ങുമെന്നുള്ള വിവരം ലഭിക്കുന്നു. ഈ ലക്നൌവിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം പഠിച്ച സിറ്റി മോണ്ടിസോറി സ്കൂളിൽ 25-ന്, ഈ മാസം 25-ന് അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, ഇന്നലെ വിമാനത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയൊരു വൈകാരികമായ കുറിപ്പുണ്ട്. അത് എല്ലാ ഇന്ത്യക്കാരും ഏറ്റെടുത്ത ഒന്നാണ്. തൻ്റെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, ജന്മനാട്ടിലെ ഓരോരുത്തരെയും, ഓരോ ഇന്ത്യക്കാരനെയും കാണാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് തുടങ്ങിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈകാരികമായ കുറിപ്പ്, അത് എല്ലാവരുടെയും ഹൃദയസ്പർശിയായിരുന്നു. അദ്ദേഹം, ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ എന്നാണ് ഇന്നലെ ശുഭാംശു പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഒരു ചുരുക്കരൂപം ഒന്ന് വായിക്കാം അനുശ്രീ. ഇന്ത്യയിലേക്കുള്ള വിമാനത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് സമ്മിശ്ര വികാരങ്ങളാണ്. ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷക്കാലം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായിരുന്ന ഒരു കൂട്ടം പേരെ വിട്ടുപോകേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ദൗത്യത്തിന് ശേഷം ആദ്യമായി സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും രാജ്യത്തെ എല്ലാവരെയും കാണാൻ പോകുന്നതിൻ്റെ ആവേശത്തിലാണ് ഞാൻ. ജീവിതം ഇതാണെന്ന് ഞാൻ കരുതുന്നു. ദൗത്യത്തിനിടയിലും ശേഷവും എല്ലാവരിൽ നിന്നും അവിശ്വസനീയമായ സ്നേഹവും പിന്തുണയുമാണ് തനിക്ക് ലഭിച്ചത്. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ, ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ എനിക്ക് ഇനിയും കാത്തിരിക്കാനാവില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ കുറിച്ചത്. വിടവാങ്ങലുകൾ പ്രയാസകരമാണ്, പക്ഷേ ജീവിതത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. എൻ്റെ കമാൻഡർ പെഗി വിറ്റ്സൺ സ്നേഹത്തോടെ പറയുന്നത് പോലെ, ബഹിരാകാശ യാത്രയിലെ ഒരേ ഒരു സ്ഥിരമായ കാര്യം മാറ്റമാണ്. ഇത് ജീവിതത്തിനും ബാധകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് ഇന്നലെ വിമാനത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ്, രാജ്യത്തെ ഓരോ ജനങ്ങളെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ സ്വീകരണത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തത്. എന്തായാലും ശുഭാംശു ശുക്ല അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി രാജ്യത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ, പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് കാണാൻ, എന്തായിരിക്കും ശുഭാംശു പറയാൻ പോകുന്നത് എന്നതൊക്കെ കാത്തിരിക്കുകയാണ്. എന്തായാലും രാജ്യം ബഹിരാകാശ രംഗത്ത് വലിയ കുതിപ്പിന് കാത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് ശുഭാംശുവിൻ്റെ മടങ്ങി വരവ് എന്നത് ഏറെ പ്രധാനമാണ്. എന്തായാലും ഗഗൻയാൻ അടക്കമുള്ള നമ്മൾ കാത്തിരിക്കുന്ന, രാജ്യം കാത്തിരിക്കുന്ന ആ പ്രധാനപ്പെട്ട ദൗത്യത്തിന് ശുഭാംശുവിൻ്റെ മടങ്ങി വരവ്, അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ 18 ദിവസത്തെ എക്സ്പീരിയൻസ് ഒക്കെ വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്തായാലും
നമുക്കറിയാം ബഹിരാകാശ യാത്രികരെ ഒരു ഇന്ത്യൻ റോക്കറ്റിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് ഗഗൻയാൻ ദൗത്യം ലക്ഷ്യമിടുന്നത്. 2035ഓടെ ഒരു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കാനും 2024ഓടെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്ന ദൗത്യത്തിനും സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ അതിനൊക്കെ വലിയ എക്സ്പീരിയൻസ് നമ്മുടെ ശുഭാംശുവിനുണ്ടാകും. ശുഭാംശുവിന്റെ അറിവുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാജ്യം കാത്തിരുന്ന ആ ദിവസം അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ മണ്ണിലേക്ക്. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ണിലേക്ക് ശുഭാംശു തിരിച്ചെത്തിയിരിക്കുകയാണ് അനുശ്രീ ഇന്ന് രാവിലെയോടെ. ശരി, രാജ്യത്തിന് അഭിമാനമായ ശുഭാംശു ശുക്ല തിരികെ ജന്മനാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഭവ്യ പാർവതിയാണ് വിവരങ്ങൾ നൽകിയത്.